ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്. മോരുകറിയെന്നോ പച്ചടിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ആദ്യം അതിന് വേണ്ടത് കൈപ്പക്കയാണ്. കൈപ്പക്ക കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായി കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തിട്ടിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് പച്ചമുളകും തക്കാളിയും കൂടി ചേർത്ത് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റി കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച കൈപ്പക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരു 2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം വെന്ത ശേഷം അതിലേക്ക് കുറച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് തണിയാൻ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 3 വലിയ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലോണം അതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി തണിഞ്ഞ നമ്മുടെ കൈപ്പക്കേന്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മധുരമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ മധുരപ്പച്ചടിക്ക് പകരം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഈ ഒരു ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.